ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എല്ലാ കേക്കിനും ബേസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വാനില സ്പഞ്ച് കേക്ക് എങ്ങനെയാണ് ഓവനില്ലാതെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാനൊരു റിങ് ഇറക്കി വെച്ചിട്ട് നന്നായി അടച്ചു വെച്ചതിന് ശേഷം നല്ല ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. നമ്മൾ എപ്പോഴാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇതാണ് ചെയ്ത് വെക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു 3-4 വട്ടം അരിച്ചെടുക്കുക. ഈ മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് നന്നായി ഒരു 3-4 വട്ടം അരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 വട്ടം അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിലൊന്നും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗളിൽ 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ടയൊന്നും എടുക്കാനായിട്ട് പാടില്ല, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ബീറ്റർ വെച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട ഒന്ന് പതഞ്ഞ് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. 1 കപ്പാണ് പൊടിച്ച പഞ്ചസാര എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ടയുടെ ഈ മഞ്ഞ കളറൊക്കെ തന്നെ മാറി ഒരു വെള്ള കളറാവും. അത്ര നേരം നമ്മളിത് ബീറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ മുട്ട നന്നായി ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവും ആ കളറൊക്കെ തന്നെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏതെങ്കിലും ഓയിൽ തന്നെ ചേർക്കാനായിട്ട് നോക്കുക. 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റർ ഫസ്റ്റ് സ്പീഡിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഒരുപാട് നേരിട്ട് ബീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വരാനേ പാടുള്ളൂ. അതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അത് ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്പാച്ചിൽ വെച്ചിട്ട് ഒരേ സൈഡിലേക്ക് ഇതേപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരുപാട് നേരിട്ട് കുത്തി ഇളക്കാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ പതിപ്പിച്ച് വെച്ചിട്ടുള്ള മുട്ടയൊക്കെ താഴ്ന്നു പോവും. അപ്പോൾ ഇതുപോലെ മെല്ലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് 3 വട്ടം ആയിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വട്ടം ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ പാലൊന്നും ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാനായിട്ട് പാടില്ല. എന്നിട്ട് നമുക്ക് വീണ്ടും മെല്ലെ സ്പാച്ചിൽ വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ കേക്ക് ടിന്നിൻ്റെ സൈഡിലും നടുക്കിലെല്ലാം ഓയിൽ തടവിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ബാറ്റർ ഉണ്ടാക്കി വരുന്ന നേരം കൊണ്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് കേക്ക് ടിന്ന് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായി അടച്ചു വയ്ക്കുക. അതിനുശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൻ്റെ ഇവിടെ ചെറിയ ഹോൾ ഉണ്ടെങ്കിൽ അത് വല്ല മൈദമാവോ ഗോതമ്പ് മാവോ ഒക്കെ വെച്ചിട്ട് അടച്ചു കൊടുക്കണം. ഇപ്പോൾ ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എനിക്കിവിടെ 1 മണിക്കൂറാണ് സമയം എടുത്തത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എനിക്ക് 1 മണിക്കൂർ സമയം എടുത്തു കേക്ക് സെറ്റായിട്ട് വരാനായിട്ട്. അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ ഗ്ലാസിൻ്റെ മൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് കേക്ക് റെഡി ആയിട്ടുണ്ടല്ലോ എന്ന് നോക്കാനായിട്ട് എളുപ്പമാണ്. നമുക്കിതിൽ നോക്കുമ്പോൾ തന്നെ കാണാം കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഞാനിതിൻ്റെ മൂടി എടുത്ത് മാറ്റുകയാണ്. ഇപ്പോൾ നമ്മളിത് മേൽഭാഗമൊക്കെ തൊട്ട് നോക്കുമ്പോൾ അറിയാം ഇതൊന്നും ഒട്ടി പിടിക്കുന്നില്ല. ഇതിന് മുന്നേ ഞാൻ കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഇതിൻ്റെ മേൽഭാഗം തൊടുമ്പോൾ കൈയും ഒട്ടി പിടിക്കുന്ന പോലെയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ടൈം ഞാൻ 1 മണിക്കൂർ വെച്ചിരുന്നില്ല, അതുകൊണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ കറക്റ്റ് വെച്ചപ്പോൾ മേൽഭാഗവും എല്ലാ ഭാഗവും കറക്റ്റ് സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് പുറത്തേക്ക് എടുത്ത് വയ്ക്കുക. അതിനുശേഷം നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കിത് കേക്ക് ടിന്നിൽ നിന്ന് എടുത്തിട്ട് സൈഡിലത്തെയും പിന്നിലെല്ലാം ഉള്ള ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. അതിനുശേഷം ഈ കേക്കിന് ഒരു 3 ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.